എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള ഡിഡിയുടെ പുതിയ ഫ്ലാറ്റ് ഉണ്ട്, തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്ത്. അവിടെ നമ്മളൊരു കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ തുടങ്ങുവാണ് നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, കിച്ചൺ ചെയ്തിരിക്കുന്നത് WPC മെറീനോടെ സ്ലൈഡ് ഗ്രേ എന്ന് പറയുന്ന ലാമിനേറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റോസ് ഗോൾഡ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഫ്രിഡ്ജാണ് നമ്മുടെ വരുന്നത്. ഫ്രിഡ്ജ് യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു പാൻട്രി യൂണിറ്റ് ആണ്. നമുക്കുള്ള ഐറ്റംസ് എല്ലാം എടുക്കാനും കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിൽ. അതിനുശേഷം പൊതുവെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ജിക്കർ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷെ അത് കോസ്റ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഇത്തിരി റേറ്റ് കൂടുതലാണ്. അതപ്പോ വിക്കർ ബാസിന് പൊതുവെ ആൾക്കാർ ഡോസും കൊടുക്കാറില്ല. അപ്പോ അങ്ങനെ തുറന്നിരിക്കുമ്പോൾ ഇപ്പൊ പല്ലി, പാറ്റ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്കർ ബാസ്ക്കറ്റ് പോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ആ ഗ്രില്ല് കൊടുക്കുമ്പോൾ എയർ സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ സവാള, ഉള്ളി അതുപോലുള്ള സാധനങ്ങൾ നമ്മളൊരു ട്രേ ഇട്ടിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഐറ്റംസ് ഒന്നും കേടാവില്ല, സവാളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും. അപ്പൊ ഇതുപോലുള്ള ഗ്രില്ല് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ വിക്കർ ബാസ്ക്കറ്റ് 2 എണ്ണം വെക്കുമ്പോൾ 14,000 രൂപയുള്ള ഒരു കോസ്റ്റ് നമുക്കൊരു 5,000 താഴെ നിർത്താൻ പറ്റും. അതിനുശേഷം വരുന്നത് ഇവിടെയാണ് സ്റ്റൗ. അപ്പൊ ഇവര് ബിൽറ്റിൻ സ്റ്റൗ അല്ല, കുക്ക് ടോപ്പ് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് വരുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ നോർമലി കൊടുക്കാറുള്ള കട്ട്ലറി ട്രേ, പിന്നെ 3 ഡ്രോവേഴ്സ് ആണ്, പിന്നെ ഓയിൽ പുള്ളോട്ട് വെളിച്ചെണ്ണയൊക്കെ വെക്കുന്ന. പിന്നെ ഇവിടെ മേളിൽ ക്യാബിൻസ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയുടെ പൈപ്പ് നമുക്ക് ഇങ്ങനെ കൂടി പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഫുള്ള് ലോഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അലൂമിനിയം ബ്ലാക്ക് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കിച്ചന്റെ അടിയിൽ നമ്മൾ എന്താ പറയാ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്യൂരിഫയർ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 വലിയ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട വലിയ ഹൈറ്റുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സിങ്ക് ഇവിടെ വരുന്ന സിങ്കിന്റെ താഴെ വേസ്റ്റ് ബിന്നാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാത്രം കഴുകിയിട്ട് എടുത്ത് വെക്കുന്ന രീതിയിൽ പാത്രം ഇവിടെ GTPT കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലൈഡ് ഗ്രേ എന്ന് പറയുന്ന മെറീനോടെ ലാമിനേറ്റ്സിൽ റോസ് ഗോൾഡിന്റെ ഹാൻഡിൽസ് ആണ്. അതിനുശേഷം ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് നമ്മുടെ സിങ്കിന്റെ റൈറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ നനഞ്ഞതോടെ വെച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഇവിടെയാണ് വെക്കുന്നത്. അതിനുശേഷം വരുന്നത് മോപ്പിന്റെ ഒരു ക്യാബിനറ്റ്സ് ആണ്. ഇതൊരു അഡ്ജസ്റ്റബിൾ പാർട്ടീഷൻ ആണ്. ഈ പാർട്ടീഷൻ നമുക്ക് എടുത്തു മാറ്റിയിട്ട് വലിയ ഹൈറ്റുള്ള മോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്യാപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ആണ്. അപ്പൊ വാഷിംഗ് മെഷീൻ വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ലിക്വിഡ്സും അതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ക്യാബിനറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം കട്ടിങ്ങും ചോപ്പിങ്ങും അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിലാണ്. ഫോൾഡബിൾ ടേബിൾ ആണ്. അപ്പൊ കിച്ചന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കി ഇന്റീരിയർ ചെയ്ത കാര്യം അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ എൻ്റെ ഈ കിച്ചന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.